ഒരു മന്ത്രി പദവി പോലും അലങ്കരിക്കാതെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഡയറക്ട് ടിക്കറ്റിന് നിർദ്ദേശിക്കപ്പെടുന്ന സമീപകാല കേരള രാഷ്ട്രീയത്തിലെ ആദ്യ നേതാവാണ് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശൻ. കുട്ടി നേതാവായി കേരള രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച കാലം മുതൽ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിലേക്കും ഏറ്റെടുത്ത ക്യാമ്പയിനുകളിൽ ഷുവർ ഷോട്ട് വാഗ്ദാനം ചെയ്യുന്ന കോൺഗ്രസ് ലീഡറിലേക്കുമുള്ള വി.ഡി. സതീശന്റെ വളർച്ച കഠിനാധ്വാനത്തിന്റെ കൂടെ കഥയാണ്. ഇടയ്ക്കിടെ നേതൃസ്ഥാനങ്ങളിലേക്കുള്ള അവസരങ്ങൾ നഷ്ടമായെങ്കിലും പാർട്ടി ഘടനയിൽ ഉറച്ച മുന്നേറ്റം കൂടിയാണ് സതീശൻ കാഴ്ചവെച്ചത്. മുന്നണിയിലെ ഘടകകക്ഷികളെ ഒന്നു ചേർത്തതും പോഷക സംഘടനകളെ കൂടെ നിർത്തിയുമാണ് അയാൾ പടക്കളത്തിലിറങ്ങുന്നത്. ജമാഅത്ത് ഇസ്ലാമിയോടുള്ള മൃദു സമീപനവും NSS, SNDP സംഘടനയോടുള്ള കടുത്ത നിലപാടുകളും ഇതിനൊപ്പം വി.ഡി. തെളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും UDF പ്രചാരണത്തിന്റെ കേന്ദ്രമുഖമായ സതീശൻ ഭരണകക്ഷിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നയിക്കുന്നത്. കേരളത്തിലെ CPM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കേരളത്തിലെ CPMന് സംഭവിക്കും. കാരണം അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിയായാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്, നേതാക്കളുള്ള സ്ഥലമാണ് കേരളം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലുകയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPMുമായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റോ ഇല്ല, ഒരു ഇടതുപക്ഷവും ഇല്ല. സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴികളിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. 2021 പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വി.ഡി. മെനഞ്ഞ തന്ത്രങ്ങൾ വിജയം കണ്ടിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുതൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യത്യസ്ത സാമൂഹ്യ ഗ്രൂപ്പുകളെ മുന്നണിയിലേക്ക് തിരിച്ചുപിടിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും സതീശൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇന്നത്തെ UDF എന്ന് പറയുന്നത് കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമാണ്. 2005 മുതൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നിരവധി സാമൂഹ്യ ഘടകങ്ങൾ ഉൾപ്പെടെ, വ്യക്തികൾ ഉൾപ്പെടെ, ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ, ഒപ്പീനിയൻ മേക്കേഴ്സ് ഉൾപ്പെടെ, ഇടതുപക്ഷ സഹയാത്രികർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ എന്നും നിന്നിട്ടുള്ള നിരവധി വ്യക്തികൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു ബ്രോഡർ, വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഞാനിത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെല്ലാവരും ഇത് പറഞ്ഞതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സതീശന്റെ തുടക്കം. 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല ചെയർമാനായിരിക്കെ നടത്തിയ വിദ്യാർത്ഥി കലോത്സവങ്ങളുടെ വിജയകരമായ നടത്തിപ്പിലൂടെയാണ് ശ്രദ്ധ നേടിയത്. എന്നാൽ അതേസമയം തന്നെ ഉയർന്ന മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് KSUവിലെയും യൂത്ത് കോൺഗ്രസിന്റെയും അദ്ദേഹത്തിന്റെ വളർച്ച മന്ദഗതിയിലാക്കി. 1990കളിൽ NSUI സെക്രട്ടറി ആയിരുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായത്. 1996 പറവൂർ മണ്ഡലത്തിൽ CPIയുടെ ശക്തി കേന്ദ്രത്തിൽ മത്സരിച്ച് 1000 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. എന്നാൽ അതേ മണ്ഡലം 5 വർഷത്തിനുള്ളിൽ തിരിച്ചുപിടിക്കുക മാത്രമല്ല, തുടർച്ചയായി 5 തവണ നിലനിർത്തുകയും UDFന്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഇത്തവണയും അതേ മണ്ഡലത്തിലാണ് ജനവിധി തേടിയത്. നിയമസഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളിലൂടെ പാർലമെന്റേറിയൻ എന്ന നിലയിലും ഖ്യാതി നേടി. 2021 പ്രതിപക്ഷ നേതാവായ ശേഷം തുടക്കത്തിൽ സർക്കാരിനെതിരെ സഹകരണ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് കടുത്ത വിമർശനവുമായി രംഗത്ത് വരികയും അഴിമതിയും ഭരണപരാജയവും സംബന്ധിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു സതീശൻ.